ഈസ് ദ ഗോസ്പൽ ഹിഡൻ ടു യു? സുവിശേഷം മറഞ്ഞിരിക്കുന്നുണ്ടോ? ചോദ്യമാണ്. നമ്മുടെ ഹൃദയം, സുവിശേഷം മീൻസ് നല്ല വാർത്തയാണ്, അത് ദൈവത്തിൻ്റെ വാർത്തയാണ് സുവിശേഷം. അതിൽ കൂടുതലായിട്ടൊരു സുവിശേഷമില്ല. ആകാശവും ഭൂമിയും സ്വർഗവും സ്വർഗാദി മണ്ഡലങ്ങളും സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുക. പക്ഷെ സുവിശേഷം മറഞ്ഞിരുന്നാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. വാക്യമെടുക്കുന്നത് 2 കൊരിന്ത്യറിനകത്ത് 4:3. 2 കൊരിന്ത്യർ 4:3 പറയുന്നത്, എന്നാൽ നിങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അല്ല, നശിക്കുന്നവന്. അത് മറച്ചു വെക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്, അതിനെ അടിച്ചു മാറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കുകയാണ്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം. എന്താണ്? ദൈവപ്രതിമ, കർത്താവിൻ്റെ റെപ്ലിക്കേഷനാണ്. പിതാവാം ദൈവത്തിൻ്റെ അതേ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ഒരാൾ പുത്രൻ തമ്പുരാനാണ്. അതുകൊണ്ടാണ് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് അല്ലെങ്കിൽ മനസ്സ് കുരുടാക്കി. ആരുടെയാണ്? അവിശ്വാസം. അവിശ്വാസം ദൈവത്തിന് ഇഷ്ടമല്ല. അവിശ്വാസത്തിന് ദുഷ്ടഹൃദയം എന്നാണ് എബ്രായ ലേഖനം 3:12 പറയുന്നത്. അപ്പോൾ ഈ ദുഷ്ടഹൃദയം വെച്ചു പുലർത്താനൊക്കത്തില്ല, എടുത്തു മാറ്റണം. നമ്മൾ ആഗ്രഹിക്കുകയാണ്, കർത്താവേ അങ്ങനെ ഒരു ആഗ്രഹം. അത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഷീസ് ആൻ അമേരിക്കൻ, അവർ അമേരിക്കൻ സ്ത്രീയാണ്. അവരുടെ പ്രയാസത്തിൽ, അവരോട് ചെറുപ്പത്തിലെ ബാപ്റ്റിസമൊക്കെ കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിച്ചൊരു സ്ത്രീയാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ച് ആദ്യത്തെ വിവാഹം നടന്നു. ദൈവം പറഞ്ഞത് ശരിയല്ല, പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കുന്നത്, അത് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ വിവാഹം കഴിക്കാൻ നേരത്തെ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ പ്രാർത്ഥനയ്ക്കുമ്പം സ്ലേയിങ് ഓഫ് ദ സ്പിരിറ്റ്, നമ്മളിവിടെ ഉണ്ടത്. അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് അവൻ്റെ ശക്തി ഉൾക്കൊള്ളാനൊക്കത്തില്ല, നമ്മൾ വീഴും. സാധാരണ പുറകോട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇറ്റ് ഹാപ്പൻസ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഔട്ട്സൈഡ് പ്ലേസസ്. ഐ ഹാവ് സീൻ ഇറ്റ്. നമ്മളവിടെ പോയിട്ട് അങ്ങനെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്ലേയിങ് ഓഫ് ദ സ്പിരിറ്റ് ഉള്ളിടത്ത് ഈ സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭർത്താവും കൂടെ, അപ്പോൾ അവരെന്നോട് പറയുകയാണ്, അവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ, നമ്മൾ ഈ സ്തുതിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളും. അത് എഴുന്നള്ളാതിരിക്കാൻ ഒക്കത്തില്ല. അത് നമ്മൾ ദൈവത്തിന് എത്രമാത്രം സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ എവിടെയെല്ലാം ദൈവം കയറി ഇറങ്ങണമെന്ന് ഞാനാണ് പറയേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ എവിടെയാണ് ദൈവം ഞാനാണ് പറയുന്നത്, അതിന് വേറൊരാളുമല്ല. അപ്പം നമ്മൾ അനുവദിക്കണം, അല്ലെങ്കിൽ ദൈവം ഈസ് എ ജെൻറ്റിൽമാൻ. അപ്പം ദൈവം ഈ സ്ത്രീ വന്നപ്പോൾ, ഈ സ്ത്രീയുടെ അടുക്കാൻ വന്നപ്പോൾ അവർ പുറകോട്ട് വീണ് അവർ കുറേ നേരം അവർ കിടന്നു. അപ്പോൾ അവർ കണ്ട ഒരു ദർശനമാണ്. എന്ന് ഞാനത് ഓർക്കാറില്ല. കർത്താവ് വന്നിട്ട് ഇവരുടെ ഹൃദയം എടുത്തു മാറ്റുകയാണ്. അതും നമ്മുടെ ഹൃദയം നമുക്ക് തോന്നുന്നു അഴുക്കാന്നൊക്കെ, ശരിയാ, നല്ലതൊന്നും അല്ല കർത്താവിനോട് ചോദിക്കും. പക്ഷെ അത് കർത്താവ് വളരെ വിശിഷ്ടമായിട്ട് എടുത്തിട്ട് അത് മുകളിലോട്ട് കൊണ്ടുപോകുന്നവർ കാണുന്നുണ്ട്. പകരം കർത്താവ് തിരിച്ച് വന്നിട്ട് പുതിയ ദൈവത്തിൻ്റെ ഹൃദയം അവർക്ക് നട്ടുവെച്ചു കൊടുത്തു. ഷീ സെഡ്, അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് ബിക്കം എ ടോട്ടലി ഡിഫറെൻറ്റ് പേഴ്സൺ. ആ ഒരു ദർശനം അത് കണ്ടു കഴിഞ്ഞിട്ടും അതിൽ ജീവിക്കുന്നതുമായ ആ ഒരു വ്യക്തിയെ ഞാൻ കണ്ടപ്പം ഐ ഓൾസോ തോട്ട്, എനിക്ക് ഈ ദൈവത്തെയാണ് ആവശ്യം. അതായത് എൻ്റെ ഈ പഴയ ഹൃദയം നന്നാക്കി പുതുക്കി തയ്ച്ച് ഏച്ച് വെച്ച് ഒരു ഗുണവുമില്ല, അത് നടക്കുന്നില്ല. പകരം എനിക്കൊരു പുതിയ ഹൃദയം ആവശ്യമുണ്ട്. പുതിയ ഹൃദയം ആവശ്യമുണ്ടെന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? പഴയ ഹൃദയം കൊള്ളത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ. ഈ പഴയ തുരുത്തി കൊള്ളത്തില്ലെന്ന് മനസ്സിലാകുമ്പോൾ അതെടുത്ത് മാറ്റി പുതിയത് വെക്കും. പഴയ വസ്ത്രം കീറിക്കളയുമ്പോൾ അതെടുത്ത് ഊറക്കളഞ്ഞ് പുതിയ വസ്ത്രം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പഴയ ഹൃദയം ചെടീക ഹൃദയമാണ്. അതൊരു തരത്തിൽ ദൈവത്തെ അനുസരിക്കത്തില്ല. പിന്നെ അനുസരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി. അത് ദൈവം നോക്കുന്ന അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, ആത്മാവിൽ അധികാരത്തിൻ്റെ ആത്മാവ്. ആരുടെ? പരിശുദ്ധാത്മാവിൽ മക്കളെന്ന അധികാരം. അതുകൊണ്ടാണ് ഈ 110 സങ്കീർത്തനത്തിന് 1-ാം വാക്യം പറയുന്നത്, യഹോവ എൻ്റെ കർത്താവിനോട് അരുളിച്ചെന്ന്, ഞാൻ എൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കാൻ പഠിക്കണം. പഴയ നിയമത്തിൽ നമ്മൾ ദാസന്മാരാണ്. പുതിയ നിയമത്തിൽ ഇക്കാലയളവിൽ നമ്മൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം കർത്താവ് പറയുന്നത് ഇത് എഫേസ്യർക്ക് എഴുതലാൻ 1:20. അപ്പം മുൻനിയമിച്ചവരായ നമ്മളെ ദൈവം
മുൻ നിയമിച്ചവരെ, അതായത് നേരത്തെ കണ്ടവരെ, പ്രീഡിസ്റ്റൈൻഡ്, അവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ ദൈവം വിശുദ്ധീകരിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് 8:29 ഇങ്ങനെയാണ് പറയുന്നത്. വായിക്കാം. 8:29 ഇങ്ങനെ വായിക്കുന്നു: അവൻ മുൻ നിയമിച്ചവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരാണ് നമ്മൾ. ആണോ? ആത്മാവ് പറയും നമ്മളോട്, മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. അതായത് ഇത് പ്രീഡിസ്റ്റൈൻഡായിട്ട് വിളിച്ചിട്ടുള്ളവരെ ദൈവം റൈച്ചസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് കഴിയുമ്പോൾ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ട്, വിശുദ്ധീകരണം. അതൊക്കെ ദൈവത്തിൻ്റെ ജോലിയാണ്. ദൈവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിൽ ഇങ്ങനെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ, നമ്മൾ അവനോട് അനുരൂപപ്പെട്ടവരാണെങ്കിൽ നമുക്കൊരധികാരമുണ്ട്, മക്കളെന്ന അധികാരം. അപ്പം നമ്മൾ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം ജൽപ്പനം ചെയ്യാതെ ഒരു പ്രാവശ്യം കമാൻഡ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ കമാൻഡ് യു ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ് ഹോൾഡ്. നടന്നേ ഒക്കത്തുള്ളൂ. ബിക്കോസ് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ അധികാരമാണ് പറയുന്നത്. നമ്മൾ ഒരു വെസലായി. കാരണം ദൈവത്തിൻ്റെ യേശു ക്രിസ്തു എന്തു പറഞ്ഞു അത് പിതാവ് പറയുന്ന കാര്യം യേശു പറഞ്ഞ് അത് നടത്തിയെടുക്കുന്നു ദൈവദൂതന്മാർ. അറിയാമോ? ഇതാ പറയുന്നില്ലേ, ക്രൂശുമരണ സമയത്ത് ക്രൂശിന് മുമ്പേ വെറുതെ വരുന്നുണ്ട്, എൻ്റെക്ക് എത്രയോ ലീജിയൻസ് എൻ്റെ കൂടെയുണ്ട്, പക്ഷെ ഞാൻ പിതാവിനോട് പറഞ്ഞാൽ ഉടനെ അവർ, പക്ഷെ ഞാൻ ഇവിടെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുക്കാൻ വന്ന. സോ ഹി ടുക്ക് ഇറ്റ് വോളണ്ടറിയലി. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജൽപ്പനക്കാരെ കുറിച്ച് പോലെ ചൊല്ലാതെ വിശ്വസിച്ച് ഉറപ്പോടെ മക്കളെന്ന പദവിയിലും നമ്മൾ പ്രാർത്ഥിക്കും, അവരും മക്കളെന്നുള്ള പദവിയായെന്ന് വിശ്വസിച്ച് അനുഗ്രഹിക്കുക എന്നുള്ളത്. അവിടെയാണ് കടുകും മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറിപ്പോകാൻ സംഭവിക്കും. അത് നമ്മൾ സംഭവിക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിന് ചേരാത്തതായ അലയൻസ് എവിടെ നിന്ന് വന്നു അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. രണ്ടായിട്ട് വെട്ടിപ്പിളർന്ന് കിഴക്ക് പടിഞ്ഞാറ് അകന്ന പോലെ മാറിപ്പോകട്ടെ എന്ന് പറയാൻ അധികാരമുണ്ട്. ദൈവഹിതമല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്ന് നിൽക്കാൻ ഒക്കത്തില്ല. കർത്താവേ, നീ അവരോട് ഒരു സ്പിരിറ്റ് ഓഫ് ഡിസേണിങ്, ഒരു ആത്മീകമായ ദൈവത്തിൻ്റെ ചൈതന്യം ഇട്ടുകൊടുത്ത് നീ അവരെ തിരിച്ചു കൊണ്ടിരുന്നിട്ട് കാണും. അപ്പോൾ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ വരുന്നത് ഏദൻ തോട്ടത്തിലാണ്. അപ്പം രണ്ട് കാര്യത്തിനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചവിടെ. ഒന്ന് വർക്ക്മാൻഷിപ്പ്, രണ്ട് സെക്യൂരിറ്റിഷിപ്പ്. നമ്മൾ ഏദൻ തോട്ടം നോക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചത്. രണ്ട്, അത് പരിപാലിക്കണം. അവിടെ അത് തോട്ടം നന്നാക്കണം, അത് പരിപാലിക്കണം. പക്ഷെ നമ്മൾ ഇതെല്ലാം അങ്ങ് കളഞ്ഞതോടെ എന്ത് സംഭവിച്ചു? കള്ളൻ കയറി, നമ്മുടെ വാഴ്ച മാറി, നമ്മുടെ അധികാരം മാറിപ്പോയി, നമ്മുടെ അഭിഷേകം മാറിയിട്ട് ശാപം കയറി വന്നു, നദി ഒഴുകുന്നു, ഭയം വന്നു, തേജസ് മാറി. അപ്പോൾ ഏദൻ തോട്ടത്തിൽ 4 നദികൾ, പോഷക നദികളെന്നാണ് പറയുന്നത്. അത് പോകുന്നിടത്തെല്ലാം അനുഗ്രഹമാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് അനുഭവിക്കാം. കാരണം തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ. അവൻ ദ്രവത്വത്തിൻ്റെ ദാസന് നമ്മളിപ്പോൾ ആ ദാസത്വം മാറി ദൈവമക്കളുടെ തേജസ്സിലേക്ക് നമ്മൾ കയറി വരണം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ തേജസ് വേണമെന്ന് ഇത് ഞാനീ പറയുമ്പോൾ എനിക്ക് വേണം. ഇത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ ദൈവം ഇത് ഒത്തിരി പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വേറെ ആരെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ പറയുമ്പോൾ അത് നമ്മളിലേക്ക് പകരും. ബിക്കോസ് പരിശുദ്ധാത്മാവ് പകരുന്നതാണ്. പരിശുദ്ധാത്മാവ് പകരും. അപ്പം നമ്മൾ തേജസ്കരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ തേജസ്കരണത്തിന് വേണ്ടി സൃഷ്ടി ആഗ്രഹിക്കുന്നത്. കാരണം ഞാനിവിടെ ചവിട്ടുമ്പോൾ എൻ്റെ വീടിന് ചുറ്റും വിശുദ്ധമാണ്, അത് മനോഹരമായിട്ട് ഞാൻ ഇടും. കാരണം ഞാൻ ഇരിക്കുന്നിടം ദൈവത്തിൻ്റെ ആലയമാണ്. ഞാൻ അമേരിക്കയ്ക്ക് 2 മാസത്തേക്ക് പോയി. അവിടെ പോയി തിരിച്ചു വന്നപ്പം അതിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ അധികാരിയായിട്ടുള്ള എൻ്റെ വീടിൻ്റെ ഉടമസ്ഥാവകാശ വേറൊരാളെടുത്ത് ശരിയാകത്തില്ല, അത് ഞാൻ തന്നെ എടുക്കണം. അങ്ങനെ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? നമ്മൾ വസിക്കുന്നിടം ദൈവാലയമാകണം, അത് വിശുദ്ധമാണ്, അതിന് ചുറ്റുമുള്ള ഗാർഡൻ മനോഹരമാണ്. കാരണം നമ്മളതിനു വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതിനുള്ള വഴി ദൈവം തരും. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. ഞാൻ പറയുന്നത് കാശില്ലാന്നും പറഞ്ഞ് ഒരു കാര്യം ചെയ്യാത്തവരോട് ഞാൻ പറയട്ടെ, വിശ്വാസത്തിൽ കാല് വെക്കാതെ ദൈവം ഒന്നും ചെയ്യൂല. ഉള്ളതിൽ നന്മ ചെയ്യാനും ഉള്ളതിൽ അത് വലുതാക്കാനും പഠിക്കുവാനും. അപ്പോൾ റിബല്യസ് സ്പിരിറ്റ് ഉണ്ട് നമുക്ക്. ദൈവം പറഞ്ഞാലും നമ്മൾ ചെയ്യത്തില്ല. അതിന് മറുതലിപ്പിൻ്റെ സ്പിരിറ്റാണ്. അതിനെ ഇന്ന് അവനെ ഇങ്ങോട്ട് പുറത്തോട്ട് പിടിച്ചു വെച്ചിട്ട് ആ സ്പിരിറ്റിന് നമ്മൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ചിലർ അവനെ കൊങ്ങാക്കി പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ വെച്ചിട്ട് വെട്ടി കഷ്ണമാക്കി വെച്ച് തീക്കൊണ്ടത്തിനകത്തുണ്ട്. കണ്ടിട്ടില്ലേ? ദേഷ്യം വരുമ്പം ചിലർ ദേഷ്യം വരും. എനിക്ക് അറിയാവുന്ന ഒരാളുടെ ഈ കൊച്ചിൻ്റെ അപ്പന് വാഴക്കൊല ഉണ്ടായിട്ട് നിറച്ച് വാഴക്കൊല ഉണ്ടാകും.
നല്ലതായിട്ട് കൃഷി ചെയ്യും. ആ വാഴക്കൊലയെല്ലാം വീടിൻ്റെ വാതിൽ കൊണ്ട് വെച്ചാൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ അയാൾ നട്ട വാഴക്കൊല വെട്ടോത്തി എടുത്ത് വെട്ടി 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 നശിപ്പിച്ചു. എനിക്കത് കേൾക്കുമ്പോൾ ഞാൻ പറയും, എന്തൊരു മനുഷ്യനാണ്, എന്ത് പറ്റി ആ മനുഷ്യനത് ചെയ്തുകൊണ്ട് ആ മക്കൾക്കെല്ലാം ദരിദ്രാവസ്ഥയാണ്. നീ ആര് തടസ്സപ്പെടുത്തി? നീ തന്നെ. അനുഗ്രഹം ഭവനത്തിൽ വരേണ്ടതിന് നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ വെട്ടിമാറ്റിയാൽ ദൈവം കാണാതെ നിൻ്റെ തലമുറയ്ക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ശാപങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ അടുത്ത തലമുറയിൽ വരും. അത് നമ്മൾ വേദപുസ്തകത്തിൽ പലയിടത്ത് വായിക്കുന്നുണ്ട്. ദൈവം ആഹാബ് പിന്നെ യെസബലിൻ്റെ ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്ത് ദൈവം ശപിക്കുന്നുണ്ട്. ദൈവം ആഹാബിനോട് പറഞ്ഞു, നീ മരിക്കുമെന്ന് പറഞ്ഞു, നിനക്ക് ശാപം. ഉടനെ ആഹാബ് കരയാൻ തുടങ്ങി. ആഹാബ് കരച്ചു. ഉടനെ ദൈവം പിന്നെയും മനസ്താപിച്ചു പറഞ്ഞു. ദൈവം പറഞ്ഞു, സാരയില്ല, ശരി, നിൻ്റെ കാലത്ത് ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ നിൻ്റെ സന്തതിക്ക്. എന്ത് അയാൾ ചെയ്ത അവിടെ സന്തതിക്കാക്കി വെച്ചു. എത്ര പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട്? ജീവിക്കുമ്പം ദയവ് ചെയ്ത് സത്യദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവത്തോട് ഉടമ്പടി എടുക്കുക. നമ്മുടെ അനുഗ്രഹങ്ങൾ തലമുറ മേൽ വന്ന് വീഴുന്ന കാണുമെന്ന് പറ. കർത്താവ് നമുക്ക് അതിന് അധികാരം തരികയാണ്. നമ്മൾ ജാതികളെ ഭരിക്കേണ്ട ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആട്ടിൻകുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് യേശുക്രിസ്തുവാണ്. നമുക്ക് തരുന്ന അധികാരം അവന് ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാനാണ്. അതിനുള്ള റിബല്യസ് സ്പിരിറ്റിനെ അടിച്ചു മാറ്റാൻ അധികാരം തന്നിരിക്കുന്നത്. ആത്മാവില്ലാത്തതിനാൽ നമ്മുടെ ഹൃദയം കടുത്തു പോകുന്നത്. അല്ലാതെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ദൈവം പറയുന്ന ഏത് കാര്യവും നമുക്ക് മനസ്സിലാക്കുക. ഇറ്റ്സ് മെയ്ഡ് വെരി സിമ്പിൾ ആഫ്റ്റർ ക്രൈസ്റ്റ് കമ്മിങ്. ക്രിസ്തു വന്നു പിന്നെ വചനം നമുക്ക് ഭക്ഷിക്കുന്ന ലെവലാക്കി തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവില്ലാത്തതിനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവുള്ളവർക്ക് റിഫ്രഷിങ് സ്പിരിറ്റ് കൊടുക്കും. അതുകൊണ്ട് ഇബ്രായ ലേഖനത്തിന് 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തുള്ള വാളാണ്. നമുക്ക് ആത്മമരണം ഉണ്ടാകരുത്. നമ്മൾ പാപത്തിൽ മരിക്കുന്നതാണ് ആത്മമരണം. പക്ഷെ നമ്മൾ പാപത്തിനെ കൊല്ലണം നമ്മുടെ ജീവിതത്തിലുള്ള. അപ്പോഴാണ് നമുക്ക് ആത്മാവ്. നമ്മൾ പാപ സ്വഭാവം നമ്മളിലുള്ളത് നമ്മുടെ സോളിലും ജഡത്തിലുമാണ്. അതിനെ നമ്മൾ ശ്രദ്ധ വെച്ച് നമ്മളതിനെ അടിച്ചു മാറ്റണം. വചനം കൊണ്ടാണ് നമ്മളതിനെ കൊല്ലുന്നത്. റോമർക്കെഴുതിയ ലേഖനം 12:1-2 സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. എന്താണ് പ്രബോധിപ്പിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർത്ത് നമ്മൾ ദൈവത്തിന് ജീവനും വിശുദ്ധിയുമുള്ള, അങ്ങനെയാണ് സഹോദരൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് അർപ്പിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവം നമ്മളെ കൂടെ വന്നിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ സുവിശേഷത്തിൽ നിറയ്ക്കുന്ന അനുഗ്രഹിക്കാൻ വാങ്ങിച്ചെടുക്കാം. പ്രാർത്ഥിക്കാം. നാഥ, സുവിശേഷം മുമ്പിൽ വന്ന് നിൽക്കുന്നത് സുവാർത്തയാണത്. നമ്മൾ ഏത് ബലഹീന സ്വഭാവമുണ്ടെങ്കിലും ഒളിച്ചു വെക്കാതെ കർത്താവേ ഹൃദയശുദ്ധിയോടെ നിൻ്റെ അടുക്കൽ വന്ന് പാപബോധത്തോടെ പാപം ഏറ്റുപറഞ്ഞ് വീണ്ടും വിശുദ്ധീകരിച്ച ജീവിതത്തിലേക്ക് വരാൻ ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നണമേ. ഇസ്സമയത്തൊരു ദൂതനെ അയച്ചാട്ടെ. ഇസ്സമയത്ത് നീ അവരോട് സംസാരിച്ചു. ഇസ്സമയത്ത് സമുദ്രത്തിനപ്പുറത്ത്, അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഇപ്പുറത്തുള്ളവരുണ്ട് കടന്ന് സംസാരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമുദ്രങ്ങൾക്കപ്പ്, വായുമണ്ഡലം, വെള്ളം, സമുദ്രമധ്യേ ഗർജിക്കുന്ന ദൈവശബ്ദം കടന്നു ചെന്ന് പ്രവർത്തിക്കട്ടെ. പ്രവർത്തിച്ച് ഉത്തരവുമായിട്ട് തിരിച്ചു വരട്ടെ. ദൈവത്തിൻ്റെ വചനം അയച്ചാൽ അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് കടുകുമണിയോളം വിശ്വാസം സംഭവിക്കുമെന്ന് പറയുന്ന ദൈവവചനത്തെ ആധാരമാക്കി വചനം അയക്കുന്നു. പ്രവർത്തിച്ച് തിരിച്ചു വരിക. ഉത്തരം തരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.